നമ്മൾ ഓണം ആഘോഷിച്ചത് സെപ്റ്റംബർ 14-നായിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ദിവസം നോക്കിയെടുത്താണ്. പക്ഷെ നമ്മുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ സെപ്റ്റംബർ 13 രാത്രി, വെള്ളിയാഴ്ച രാത്രി തന്നെ തുടങ്ങി. ഞങ്ങൾ സാധനമൊക്കെ പോയി വാങ്ങി. ഇവിടെ ചാനിയാണെങ്കിൽ അതിൻ്റെ ബില്ലും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ മലയാളിക്കടയുണ്ട്. മലയാളിക്കടയിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം കിട്ടും. റേറ്റ് ആണെങ്കിലും നമുക്ക് വാങ്ങാം. പിന്നെ അല്ലാതുള്ള സാധനങ്ങൾ ഞങ്ങളിവിടെ ആസ്ഡ എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് വാങ്ങുന്നത്. എന്തായാലും എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഇങ്ങനെ അരിയുകയും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഒന്നും ഇങ്ങനെ പറ്റാറില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും പല പല ഡ്യൂട്ടിയാണ്. എല്ലാവരും നേഴ്സുമാരാണ്. അപ്പം എല്ലാവർക്കും ഒന്നിച്ചിങ്ങനെ എപ്പോഴും വരാൻ പറ്റത്തില്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. സ്പെഷ്യൽ മെമ്മറി എന്താ ചാനിയുടെ ഓണത്തിനെ പറ്റി പറയുമ്പോൾ? അങ്ങനെ സ്പെഷ്യൽ എന്ന് പറയാനില്ല. എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ ഭയങ്കര ഈ കോളേജിലും സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓണ പരിപാടി ആകുമ്പോഴത്തേക്കും ഭയങ്കര എല്ലാവരും പിള്ളേരെല്ലാം കൂടെ അലമ്പും പൂക്കളിടലും അങ്ങനത്തെ ഒരു ഇതല്ലേ, അതൊക്കെയാണ് എൻ്റെ മനസ്സ് വരുന്നത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നാട്ടിലാവുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സുഖമാവണം എന്ന് പറയുമ്പോൾ. പിന്നെ അവധി, ഓണത്തിന്റെ അവധിയാണെന്നും മെയിൻ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. നമ്മള് ലീവ് എടുത്തായി. അല്ല പക്ഷെ നല്ല ഓണം എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ? അതെ, അടിപൊളി. അപ്പം അബിയയുടെ ഓണത്തിന്റെ ഏറ്റവും അടിപൊളി മെമ്മറി എന്താണ്? അടിപൊളി മെമ്മറി ഒന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. അത്തപ്പൂക്കളം, പിന്നെന്താണ് മാവേലി, മടവലി, അങ്ങനെയൊക്കെ. അനുവാണ് നമ്മുടെ കൂട്ടത്തില് ഓണം ഏറ്റവും ഓസ്പിഷ്യസ് ആയിട്ട് ആഘോഷിക്കുന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എന്റെ ഓണം ഓർമ്മ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം മൈൻഡിലേക്ക് വരുന്നത് പൂക്കള തന്നെയാണ്. അത് അത്ത തുടങ്ങി 10 ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വീട്ടിലുള്ള പൂക്കളൊക്കെ പറിച്ച് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അത് ശരിക്കും ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നത് നമ്മൾ സദ്യ ഒരുക്കുന്നത്. വീട്ടിലെല്ലാവരും കൂടി ഒരു ആഘോഷമായിട്ട് എല്ലാം കരിഞ്ഞ്, ഇപ്പോൾ ഇതുപോലെ നമ്മളൊക്കെ ഫ്രണ്ട്സ് ഉള്ള പോലെ വീട്ടിലെല്ലാവരും കൂടെ എല്ലാ കരിഞ്ഞ് ഉണ്ടാക്കുന്ന സദ്യ. അത് രണ്ടാണ് എൻ്റെ ഒരു ഓണം ഓർമ്മയിൽ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ഓണക്കോടി. എനിക്ക് ഓണക്കോടി വാങ്ങിത്തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വാങ്ങിത്തരാം. അങ്ങനെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും നല്ല ആവേശത്തോടു കൂടി അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ അരിഞ്ഞൊരു സൈഡ് ആയപ്പോഴത്തേക്കും പതുക്കെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പരിപ്പ് കറിയാണ് ഞങ്ങൾ ആദ്യം വെച്ചത്. പരിപ്പും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ലോണം കുക്കറിലിട്ട് വേവിച്ചിട്ട് മസാലയിലോട്ട് ആഡ് ചെയ്ത് പിന്നെ മല്ലിയിലയും ഒക്കെ ഇട്ട് താളിച്ചെടുക്കുമായിരുന്നു ചെയ്തേ. നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ അബിയയ്ക്കാണ് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കുക്ക് ചെയ്യാൻ അറിയാമെങ്കിലും അവൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൊള്ളാം. ആപ്പിളാണ് ഗൈസ്. നമ്മളിപ്പം മുളകും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയ പുളി കൊണ്ട് ആപ്പിളിന് നല്ല ടേസ്റ്റ്. കുക്കിങ്ങിൻ്റെ ഇടയിൽ സമയം പോയത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. പതുക്കെ കുടൽ കരിഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങൾ കൈ കിട്ടിയതൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. മുട്ട പൊരിച്ച് കഴിച്ചു. പിന്നെ ആപ്പിൾ ഉപ്പും മുളകും ഇട്ട് കഴിച്ചു. അതൊന്നും തികയാഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ആരും പേടിക്കണ്ട കേട്ടോ, എനിക്ക് വിശന്ന് പ്രാന്തായതല്ലാതെ. ഞങ്ങൾ പതുക്കെ ഡാൻസും പാട്ടും ഒക്കെ പാടി കുക്കിംഗ് തുടർന്നു. അങ്ങനെ ഇടയ്ക്കൊരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ. എന്തായാലും നമുക്ക് ഓണത്തിനൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ 5ാം ക്ലാസ് തൊട്ട് പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗിൽന. അവൾ ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ എൻ്റെ കൂടെ ഓണം ആഘോഷിക്കാനായിട്ട് വൈകുന്നേരം ഒരു 10-10:30 ആയപ്പം എത്തി. അവളുടെ വകയായിരുന്നു സ്പെഷ്യൽ ഇഞ്ചിപ്പുളി. അപ്പം അവളത് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ നേരത്തെ ഇഞ്ചിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവളത് വെച്ചിട്ട് പതുക്കെ കുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കിച്ചണിലോട്ട് നേരെ കയറ്റി. യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. നന്നാണെങ്കിൽ പുള്ളിയുടെ കമന്റ് ബോക്സിൽ പോയി കമന്റ് ചെയ്തായിരിക്കും. എന്നാൽ ആ കറിയുടെ ക്രെഡിറ്റ് ഇപ്പോൾ തൽക്കാലം ഞാൻ അവൾക്ക് കൊടുക്കുന്നില്ല. നല്ല കിടിലൻ ഇഞ്ചിക്കറിയായിരുന്നു കേട്ടോ. അതിൻ്റെ ക്രെഡിറ്റ് ഷാൻജു ചേട്ടന് തന്നെയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഷാൻജിയോടെ വീഡിയോ കണ്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരോടും നന്നായിട്ട് നാഞ്ഞു പിടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കറികളൊക്കെ ഏകദേശം റെഡിയായി കേട്ടോ. കോവയ്ക്ക മെഴുക്കുവരട്ടി, സാമ്പാർ, ക്യാബേജ് തോരൻ, ഇഞ്ചിപ്പുളി, പരിപ്പ് കറി. ഈ 5 കൂട്ടം കറികളാണ് ഞങ്ങൾ എല്ലാവരും കൂടെ അന്ന് രാത്രി കുക്ക് ചെയ്തത്. കുക്കിംഗ് ഒക്കെ ഏകദേശം ഒതുങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും വന്നു. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് കിടന്നുറങ്ങി.
അങ്ങനെ നമ്മുടെ പരിപാടിയുടെ അന്ന് അതിരാവിലെ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്തായാലും ഒരു 8-9 ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് രാവിലെ മുടിയൊക്കെ ചീകി എൻ്റെ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയറിലേക്കൊക്കെ ഞാൻ കടന്നു. കാര്യം നേരത്തെ പരിപാടി തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ഓണത്തിൻ്റെ പരിപാടി കഴിഞ്ഞാൽ അവിടെ എത്തുകയില്ല. അതുകൊണ്ട് നേരത്തെ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി. സ്കിൻ കെയറിലും മേക്കപ്പിലൊന്നും എനിക്ക് ഒരുപാട് പരിജ്ഞാനമൊന്നും ഇല്ലെങ്കിലും ഞാൻ കുറച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ആകെ വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങിക്കാതെ ഉള്ള കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് എപ്പോഴും മേക്കപ്പും സ്കിൻ കെയറും ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ആകെ ടോണർ, മോയ്സ്ചറൈസർ ആൻഡ് സിറമാണ് ബേസിക്കായിട്ട് സ്കിൻ കെയറിൽ ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് സൺസ്ക്രീൻ. എനിക്ക് സൺസ്ക്രീനിൻ്റെ ഒരു പ്രശ്നമല്ല, എനിക്ക് സണ്ണിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നേ പിന്നെ എൻ്റെ സ്കിന്ന് സണ്ണിനോട് നല്ല രീതിയിൽ സെൻസിറ്റീവായിപ്പോയി. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുഴപ്പമില്ലായിരുന്നു, തിരിച്ച് നാട്ടിൽ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും പിന്നെ ആകെ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ മേക്കപ്പ് ആണെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് മേക്കപ്പ് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. കുറച്ച് പ്രൊഡക്ട്സൊക്കെ അവിടെ ഇവിടെയും പോകുമ്പോൾ വാങ്ങും, പിന്നെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ശരിക്കും മേക്കപ്പ് പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും മടിയാണ്. എങ്കിലും എനിക്കറിയാവുന്ന ചെറിയ കുത്തുപണികളൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ മുഖം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെപ്പോലെ മേക്കപ്പ് ഇടാൻ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഇട്ട് തുടങ്ങുക. നമ്മൾ ഇട്ട് തുടങ്ങി അതിൻ്റെ ഔട്ട്പുട്ട് കണ്ട് നമ്മൾ ചെറിയ രീതിയിൽ അപ്പോൾ ഓരോ തവണ ഇടുമ്പോഴും നമ്മൾ ചെറിയ കറക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ പതുക്കെ അത് പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും കോസ്റ്റ്യൂമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഞങ്ങൾ ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. അതൊക്കെ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഓണം ആഘോഷിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ഞങ്ങൾ +2 വരെ ഒന്നിച്ച് പഠിച്ചവരാണ്. അതിനുശേഷം ഞാൻ നഴ്സിംഗ് പഠിക്കാനും പോയി. അവൾ കെമിസ്ട്രി നാട്ടിൽ ഡിഗ്രി ചെയ്തു. പിന്നെ UK വന്ന് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവൾക്ക് ജോലിയൊക്കെ ആയി. അങ്ങനെ ജോലിക്കൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ ഒന്നിച്ച് ഓണം ആഘോഷിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു 2 പേർക്കും. അങ്ങനെ രാവിലെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അത്തപ്പൂ ഇടാനായിട്ടിരുന്നു. ഈ പൂക്കളൊക്കെ ആരാ വാങ്ങിയെന്നറിയില്ല കേട്ടോ, പക്ഷെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ തന്നെ സെയിം പൂക്കളായിരുന്നു. പിന്നെ കുറച്ച് പച്ച ഇലയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊരു അത്തപ്പൂ ഇട്ടു. എല്ലാവരുടെ വട്ടത്തിരുന്ന് പൂക്കളൊക്കെ ഇടാൻ നല്ല രസമായിരുന്നു. നമ്മൾ പണ്ട് സ്കൂളിൽ അത്തപ്പൂ മത്സരം നടത്തിയതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഞങ്ങൾ ഒരു ചെറിയ അത്തപ്പൂവൊക്കെ ഇട്ടു. പിന്നെ അപ്പോഴത്തേക്കും തന്നെ നല്ല സമയമായിരുന്നു കേട്ടോ. പിന്നെ സദ്യ അങ്ങനെ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് ഞങ്ങൾ എല്ലാവരും സദ്യ കഴിക്കാനായിട്ടിരുന്നു. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമാണല്ലേ സദ്യ. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാനങ്ങനെ ഒരുപാട് സദ്യകളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഓണത്തിന് വീട്ടിൽ സദ്യ ഉണ്ടാക്കുമായിരുന്നെങ്കിലും നല്ല നാടൻ സദ്യ അങ്ങനെ കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ചെറിയ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ സൈഡ് വെച്ചിട്ടുണ്ടാവും. അല്ലാതെ വെജിറ്റേറിയൻ കറികൾ മാത്രം കൂട്ടി പ്രോപ്പറായിട്ടൊരു സദ്യ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിക്കാൻ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിരുന്നു. കറികളൊക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ വെക്കുക ഇവിടെ വെക്കുക എന്നൊക്കെ ഞാൻ ചൂണ്ടി കാണിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിരുന്നു സദ്യ കഴിക്കാനായിട്ടും കഴിച്ചു കഴിഞ്ഞപ്പോഴും. അങ്ങനെ നമ്മുടെ കറികളൊക്കെ ഓരോന്നോരോന്നായിട്ട് വന്നു. ഞാൻ സത്യമായിട്ടും അറിഞ്ഞില്ല കേട്ടോ ഇത്രയും കറികൾ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന്. ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് കറികളുടെ അളവൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇടുന്നതെല്ലാം ഇട്ടോട്ടെ എന്നുള്ള രീതിയിലിരുന്നു, ഇതൊക്കെ കഴിച്ചു തീർക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലായിരുന്നു. പക്ഷേ കഴിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും നിൽക്കത്തില്ല എന്ന്. എന്തായാലും ഞാൻ പറ്റുന്ന രീതിയിലല്ല, മാക്സിമം ഫുള്ള് കഴിക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കഴിച്ചു. പക്ഷെ എനിക്ക് പൈനാപ്പിൾ കറി വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് സദ്യയുടെ കൂടെ മധുരമുള്ള കറികൾ അത്ര വലിയ താല്പര്യമില്ല. സദ്യയുടെ കൂടെ നല്ല കറികൾ മധുരമുള്ളത് എനിക്ക് വലിയ താല്പര്യമില്ല. അല്ലാതെ ഐസ്ക്രീം, ചോക്ലേറ്റ് അങ്ങനെയല്ല, അതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ കറികൾ ഉണ്ടാക്കുമ്പോൾ മധുരമുള്ള കറികൾ അത്ര ഇഷ്ടമില്ല. എങ്കിലും ഞാൻ അന്ന് ഫുൾ ചോറും കറിയൊക്കെ കഴിച്ചു കേട്ടോ. പരിപ്പും സാമ്പാറും രസവും ഒക്കെ കൂട്ടി നല്ലൊരു പിടി അങ്ങ് പിടിച്ചു.
ഈ കറികളെല്ലാം ഓരോരുത്തരെ വീട്ടിലുണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ 5 കറികൾ കൊണ്ടുവന്ന പോലെ ഓരോ വീട്ടിൽ നിന്നും കുറേയേറെ കറികളായിട്ട് എല്ലാവരും വന്നു. അങ്ങനെ എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ഉണ്ടാക്കിയ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാ കറികൾക്കും അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്കൊരു വെജിറ്റേറിയൻ, ഞാൻ പൊതുവേ അങ്ങനെ പറയല്ല, എന്നാലും പൊതുവേ ഞാൻ വെജിറ്റേറിയൻ ഫുഡ് മാത്രം അങ്ങനെ കഴിക്കാറില്ല. എന്തെങ്കിലും മീനോ ഇറച്ചിയോ സൈഡിൽ കാണാറുണ്ട് എപ്പോഴും. പക്ഷേ എനിക്കിത് കഴിച്ചുകൊണ്ടിരുന്നപ്പം അതിൻ്റെ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഈ സദ്യ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും കഴിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത്രയും കറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. എങ്കിലും വർഷത്തിൽ ഒരിക്കൽ ഇതുപോലെ കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. ഞാൻ വെജിറ്റബിൾസിൻ്റെ ഒരു വലിയ ഫാനല്ല, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഈയിടെയായിട്ട് വെജിറ്റബിൾസൊക്കെ ഞാൻ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പോഴത്തേക്കും അതിന് കൂടുതൽ ടേസ്റ്റും വരും. ഞങ്ങൾ ഒടുവിൽ എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്കും അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. വയറ് നിറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഞങ്ങൾ ഗേൾസ് ആയിരുന്നു ആദ്യം ഇരുന്നത്, രണ്ടാമതായിരുന്നു ബോയ്സ് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി കൊടുക്കുകയോ പറ്റുള്ളൂ എന്ന് തോന്നുന്നു, ഞങ്ങളെക്കൊണ്ട് ഇനി ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ബ്രേക്കൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ പുരുഷ കേസരികളെ ഇരുത്തി അവരും സദ്യയൊക്കെ കഴിച്ചു. നമ്മൾ വിളമ്പിയൊക്കെ കൊടുത്തു. ബ്രേക്കൊക്കെ എടുത്തുകൊണ്ട് നമുക്കൊരു എനർജിയൊക്കെ ആയി. അവർക്ക് വിളമ്പിയൊക്കെ കൊടുത്തു. നല്ല സന്തോഷമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ചില്ലിങ് ആയിരുന്നു. നമ്മൾ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു. തുടങ്ങില്ല. ഓർക്കുന്നു അതറിയില്ല, വേറെ പാട്ട് പഠിക്കും. എന്തിട്ട് വരയ്ക്ക് ിലായിരം പരിഭവമൊഴുകിയ മേടത്തിന്റെ ചന്തം വേലിപ്പൂവിൻ നാടം. ഇത്തവണത്തെ ഓണം ഞാൻ വളരെ ഗ്രാൻഡായിട്ട് ആഘോഷിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം ഒരു തവണയല്ല 2 തവണ ഞാൻ ഇത്തവണ ഓണം ആഘോഷിച്ചു. ഇത് എൻ്റെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സാണ് എല്ലാവരും. അവരുടെ എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് ഞാൻ ഒരു റൗണ്ടും കൂടെ സദ്യ കഴിച്ചു. സെപ്റ്റംബർ 16-ാം തീയതി. ഇത് അവരുടെ ഫ്ലാറ്റിൽ നിന്നുള്ളൊരു നല്ല വ്യൂ ആട്ടോ. നല്ല സൺസെറ്റൊക്കെ ആയി വരുമ്പോഴത്തേക്കുള്ളൊരു വ്യൂ ആയിരുന്നു. അതൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അവർ ചെന്നപ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സദ്യയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇതിൽ വെജിറ്റേറിയൻ കറീസ് മാത്രമല്ല, പോർക്കും ബീഫും പിന്നെ ഞണ്ടൊക്കെ വെച്ചിട്ടൊരു കിട്ടിലൻ സദ്യയായിരുന്നു. Hello guys, welcome to YouTube channel. Like ചെയ്യുക, share ചെയ്യുക, subscribe ചെയ്യുക.